Payaring ko Jisu. Thank you, Jesus. ഞങ്ങൾ MSMI മേരിമാത കോഴിക്കോട് പ്രൊവിൻസിൽ നിന്നും അരുണാചൽ മിഷനിലേക്ക് 2 മാസത്തെ മിഷൻ എക്സ്പീരിയൻസിന് വേണ്ടി വന്ന സിസ്റ്റേഴ്സാണ്. ഞാൻ കുളത്തുവയിൽ കമ്മ്യൂണിറ്റിയിൽ നിന്നും സിസ്റ്റർ കോഴിക്കോട് കമ്മ്യൂണിറ്റിയിൽ നിന്നുമാണ്. എൻ്റെ പേര് സിസ്റ്റർ ജെറിൻ മാത്യു, സിസ്റ്റർ ലൂസി കുര്യൻ. സിസ്റ്റർ ജീസസ് യൂത്തിൻ്റെ ആനിമേറ്ററായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ കുളത്തുവയിൽ നിർമ്മല ക്ലിനിക്കിൽ ജോലി ചെയ്യുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളാണ് ഇവിടെ വന്നത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ, ജീവിതത്തിന് അർത്ഥം നൽകുന്ന ദിവസങ്ങളായിട്ട് എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോഴും ഫീൽ ചെയ്യുക. 2 മാസത്തെ ഒരു മിഷൻ എക്സ്പീരിയൻസിന് വന്നെങ്കിലും അത് ഇത്ര ഒരു വലിയൊരു അനുഭവം നൽകുമെന്ന് ജീവിതത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ 100 ഇരട്ടി ഒരു കൃപ നിറഞ്ഞ ദിവസങ്ങൾ. ദൈവജനത്തിൻ്റെ വേദന കണ്ടറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരുപാട് മിഷണറിമാരുടെ നടുക്ക് അവരുടെ ആ ത്യാഗം നിറഞ്ഞ ജീവിതം കാണാനായിട്ട്, അവരിൽ ഒരാളെപ്പോലെ കുറച്ച് ദിവസം അവരോടൊപ്പം നടക്കാനായിട്ട്, ആ ഒരു ത്യാഗം നിറഞ്ഞ വഴികളിൽ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ എല്ലാം ദൈവജനത്തിൻ്റെ വേദന കണ്ണുനീര് ഒപ്പിയെടുക്കാനായിട്ട് കഴിയുമ്പോൾ അവരനുഭവിക്കുന്ന ആ സംതൃപ്തി ഒരു നിമിഷമെങ്കിലും അനുഭവിക്കാനൊക്കെ സാധിച്ചുള്ള ഒരു സന്തോഷം, അത് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളായിട്ട് എനിക്ക് ജീവിതത്തിൽ ഫീൽ ചെയ്യുന്നു. ഇത്ര 24 വർഷത്തെ എൻ്റെ സന്യാസ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ദിവസങ്ങൾ ഇതായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇത്രമാത്രം ജനങ്ങളുടെ വേദന കണ്ടറിഞ്ഞ് അവരിൽ ഒരാളായി ജീവിക്കാൻ ഒരു വിളി ഒരു മിഷണറിക്ക് കിട്ടുന്നെങ്കിൽ, അത് കഴിയുന്നെങ്കിൽ, അതാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അതിന് കഴിയുന്ന മിഷണറിമാർ ഏറ്റവും ഭാഗ്യവാന്മാരാണ്. കാരണം അരുണാചലിലെ മിഷണറിമാരുടെ ജീവിതം അത് ദൈവത്തിൻ്റെ കൃപ ലഭിച്ച മിഷണറിമാരാണ്. അവരുടെ കാലുകളിൽ ദൈവത്തിൻ്റെ സുവിശേഷമായിട്ട് അവർ നടക്കുന്ന ദൂരങ്ങൾ അത് അനേകരുടെ ജീവിതത്തിലെ വെളിച്ചമാണ്. അവർ ദേവാലയമില്ലാത്ത സ്ഥലങ്ങളിൽ ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്ന ജനത്തിലേക്ക് ഓടിച്ചെല്ലുന്ന ഒരുപാട് വൈദികർ, ത്യാഗം നിറഞ്ഞ സിസ്റ്റേഴ്സ്, ഇവരെയൊക്കെ അവിടെയുള്ള കാറ്റഗിസ്റ്റിൻ്റെ ജീവിതം, ഇതെല്ലാം വളരെ പ്രചോദനമാണ്. ഒരു മിഷണറിക്ക് ജീവിക്കാനായിട്ട് ഇതിലധികം എന്താ വേണ്ടത്? ഇവിടെയുള്ള ഒരു മനുഷ്യന് ജീവിക്കാനായിട്ട് ഇത്രയൊക്കെ മതി. ഇവിടെയുള്ള ലളിതമായ ജീവിതം, സാധാരണ ഇല്ലി കൊണ്ട് കുത്തി ഉണ്ടാക്കിയ വീടുകൾ, അതിലുള്ള അവരുടെ സാധാരണ ജീവിതം, അവരിൽ ഒരാളെ പോയിട്ട് ക്രിസ്തു ജീവിച്ചതുപോലെ അവരിൽ ഒരാളെ പോലെ നടന്ന് അവരുടെ ദുഃഖങ്ങൾ കണ്ടുകൊണ്ട് അവിടെ ജീവിക്കുക, അവരുടെ വേദനകൾ മുഴുവൻ ഒപ്പിയെടുക്കുക, അവരെ ഈശോയിലേക്ക് നയിക്കുക, അജ്ഞതയിൽ നിന്ന് ജ്ഞാനത്തിലേക്ക്, അവരെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു മിഷണറിക്ക് എന്തൊരു ഭാഗ്യമാണ്. ഇവിടെ വരാൻ കഴിഞ്ഞാൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ നിമിഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത് തന്നെ എന്നോട് സിസ്റ്റർ ലൂസി കഴിഞ്ഞ കൊല്ലം സിസ്റ്റർ പ്രത്യേകമായിട്ട് ഒരു കരിസ്മാറ്റിക് നവീകരണ ഗ്രൂപ്പിൻ്റെ കൂടെ ഇവിടെ വന്ന് പ്രവർത്തിച്ചു. ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞപ്പോൾ ദീർഘനാൾ വർഷങ്ങൾ ഞാൻ കാത്തിരുന്ന് പ്രാർത്ഥിച്ച ഒരാഗ്രഹത്തിന് ഞങ്ങൾക്ക് ഒരു അവസരം സന്യാസ സമൂഹം തുറന്നു തന്നിട്ടാണ് കടന്നു വരുന്നത്. ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് ഞങ്ങളെ അയക്കുന്നുണ്ടെങ്കിലും ഈ അരുണാചലിലേക്ക് വരാൻ തന്നെ സാധിച്ചത് ഒരു വലിയ ദൈവാനുഗ്രഹമാണ്. ഇനി ഒരു മിഷണറി ജീവിതം എനിക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ ജീവിക്കാൻ ഞാൻ അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്. 100% സന്യാസം ഇവിടെ ജീവിക്കാനായിട്ട് എൻ്റെ മനസ്സ് കൊതിക്കുന്നു. ഇവിടുത്തെ ത്യാഗങ്ങൾക്കപ്പുറത്ത്, അതിനപ്പുറത്ത് നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി, ഈ പാവപ്പെട്ട ജനം ദൈവത്തിന് വേണ്ടി ദാഹിക്കുമ്പോൾ അവർ നൽകുന്ന അരപ്പരി എന്നുള്ള ഒരു ചോദ്യം, അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നാണ്. ആ നിഷ്കളങ്കമായ ഒരു സ്നേഹം, അവരുടെ ആ കളങ്കമില്ലാത്ത ഒരു ആത്മാർത്ഥത, ഇതൊക്കെ അനുഭവിക്കാനായിട്ട് ഭാഗ്യം കിട്ടുന്ന മിഷണറിമാർ അവർ അനുഗ്രഹീതരാണ്. അല്ലേ ലൂസി, നിനക്ക് എങ്ങനെയല്ലേ തോന്നുന്നത്? ഞാൻ ആദ്യമായിട്ട് കോഴിക്കോട് സോണിൻ്റെ മിഷനറി KSTയുടെ മിഷൻ മിനിസ്ട്രി എന്ന് പറയുന്ന മിനിസ്ട്രിയുടെ ഭാഗമായിട്ടാണ് മെങ്കിയോയിൽ വരാനിടയായി. അങ്ങനെ ബിജു അച്ഛൻ ഞങ്ങളെ കൂട്ടി തച്ച, പാൻ, ഓൾഡ് മെങ്കിയോ മുതലായ സ്ഥലങ്ങളിൽ ഞങ്ങളെയും കൊണ്ട് ഞങ്ങൾ 7 പേരാണ് അന്ന് വന്നത്. 7 അൽമായരും ഞാനും കൂടെയാണ് വന്നത്. ഞങ്ങൾക്ക് അവിടെ ഉണ്ടായ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, അവർ പല സ്ഥലത്തും ഫോൺ വിളിക്കാനോ അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങളോ ഒന്നുമില്ലാഞ്ഞിട്ട് ഇവർ മണിക്കൂറുകൾ യാത്ര ചെയ്യണമെന്ന് എങ്ങോട്ടേലും ഒന്ന് ഫോൺ വിളിച്ച് വിവരങ്ങൾ പറയണമെങ്കിൽ
അത്രയേറെ ഇവരുടെ ഒരു ത്യാഗവും വീട്ടുകാരോട് പോലും ഒന്ന് ബന്ധപ്പെടാനുള്ള ബുദ്ധിമുട്ടുകളുമൊക്കെ അവരതെല്ലാം സഹിച്ച് ഇവിടെ നിന്നുകൊണ്ട് വളരെ നന്മയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് അവരിൽ ഒരാളെ പോലെ ജീവിക്കാനുള്ള ഒത്തിരിയേറെ ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹങ്ങൾ ഒരു മാസം മാത്രം ഇവിടെ ജീവിച്ചിട്ട് വീണ്ടും കേരളത്തിലോട്ട് തിരിച്ചു പോയപ്പോൾ എനിക്ക് ഇവിടുന്ന് കിട്ടിയ ഒത്തിരി കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, പാവപ്പെട്ട മനുഷ്യരോട് ചേർന്ന് അവരിൽ ഒരാളെ പോലെ അച്ഛനും അതുപോലെ മറ്റ് അച്ഛൻ്റെ കൂടെയുള്ളവരും എല്ലാം ജീവിക്കുന്ന കണ്ടപ്പോൾ എനിക്കും അവരിൽ ഒരാളാകാനായിട്ട് ഒരു പരിധി വരെ സാധിച്ചു. കുന്നും മലകളും കയറി ഒത്തിരി ദൂരം യാത്ര ചെയ്യുമ്പോഴും ഈശോ തരുന്ന ആ ശക്തി, നമ്മളിൽ ഇത്രയേറെ അധികം ശക്തി അല്ലെ കഴിവ്, ഇത്രയേറെ സഹനശക്തിയൊക്കെ ഉണ്ടെന്നുള്ളത് ആദ്യമായിട്ട് ബോധ്യപ്പെടുന്ന ആ ഒരു അവസരത്തിലായിരുന്നു. ആ ഒരു അനുഭവം ഞാൻ എൻ്റെ സമൂഹത്തിൽ പങ്കുവെച്ചപ്പോൾ ആഗോള സുവിശേഷവൽക്കരണം എന്ന ഞങ്ങളുടെ സന്യാസ സമൂഹത്തിൻ്റെ ആ ഇതിനോട് ചേർന്ന് നിന്ന് ഇനിയും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പോകുവാനും ഒക്കെയുള്ള അനുവാദം കിട്ടി. അന്ന് മുതൽ ഞങ്ങൾ രണ്ടുപേരും അരുണാചലിന് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങി. അങ്ങനെ 2 വർഷത്തെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് വീണ്ടും ഞങ്ങൾക്ക് ഇവിടെ തന്നെ വരുവാനായിട്ട് ദൈവം അനുവദിച്ചത്. ഞങ്ങളൊരു 14ഓളം ചെറിയ സ്റ്റേഷനുകൾ പോയി അവരോടൊപ്പം ജീവിച്ചു. അവരോടൊപ്പം ജീവിച്ചപ്പോൾ ഇത്രയേറെ സ്നേഹവും ഇത്രയേറെ ഉള്ളഴിഞ്ഞ് ഹൃദയത്തിൽ നിന്നും ഇങ്ങനെ സ്നേഹിക്കുന്ന ജനതകളെ കാണാനായിട്ട് സാധിച്ചപ്പോൾ ഇനിയും കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്നും എത്ര പേരെ സമൂഹത്തിൽ നിന്ന് വിടുവോ അത്രയും പേരെ പ്രചോദിപ്പിച്ച് വീണ്ടും ഇനിയും മിഷൻ അനുഭവങ്ങളുമായിട്ട് കടന്നു വരുവാനും ഏറെ ആഗ്രഹിക്കുന്നു. ഞങ്ങളത് കോഴിക്കോടോട്ട് ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ സിസ്റ്ററിന് വിളിച്ച് പറയുകയും ചെയ്തു. ലൂസി, അതിനേക്കാൾ ഉപരി മിഷണറിമാർക്ക് വേണ്ടി ദാഹിക്കുന്ന, ഇവിടെ ദൈവത്തെ കിട്ടാൻ ആഗ്രഹിച്ചിട്ട് ലഭിക്കാത്ത ജനങ്ങളാണ് ഉള്ളത്. ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നു. അവർക്ക് ഒരു ആളുകളില്ലാതെ, അവരെ അറിയിക്കാൻ ആളില്ലാതെ അവർ വേദനിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് ഇന്ന് നമ്മൾ തയ്യാറാകേണ്ടത്. നമ്മൾ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടോ അവിടെ ജീവിച്ചിട്ടോ കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി ഈ ദൈവജനത്തിന് ഈശോയെ കൊടുത്തേ പറ്റൂ. അവർക്ക് നമുക്കേ പറ്റൂ. ഒരു മിഷണറിക്ക് ചെയ്യാൻ പറ്റുന്ന അത്ര ഭൂമിയിൽ ഒരുത്തനും ചെയ്യാൻ പറ്റില്ല. ഇത് ചെയ്യണമെങ്കിൽ അതൊരു സന്യാസിക്കേ പറ്റൂ. അത് ഈശോയെ കൊടുക്കുന്നതിലൂടെ നമുക്ക് മാത്രമേ സാധിക്കൂ. അത് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ ശക്തമായിട്ട് ഇറങ്ങണം. പത്രമാത്രം സന്യാസ സമൂഹങ്ങളുണ്ട്. അവരെല്ലാം ഈശോയെ കേന്ദ്രീകരിച്ച് ഈ ഒരു ലക്ഷ്യത്തിലേക്ക്, മിഷൻ സ്റ്റേഷനിലേക്ക്, പ്രത്യേകിച്ച് അരുണാചൽ മിഷനിലേക്ക് എത്ര പേർ കടന്നു വരാവോ അത്ര പേർ കടന്നു വന്ന് ഈശോയെ അറിയണം. അരുണാചൽ മുഴുവൻ ഈശോയെ അനുഭവിക്കണം. അതിനിടവരട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. പ്രത്യേകിച്ച് ഇവിടെ മിഷനറിമാർ ഒത്തിരി നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ആളുടെ എണ്ണം കുറവാണ്. പിന്നെ യാത്ര ചെയ്യുന്ന ദൂരങ്ങൾ, വിദ്യാഭ്യാസ രംഗത്തും മെഡിക്കൽ രംഗത്തും അതുപോലെ കൂദാശാപരമായ ജീവിതത്തിൽ വിശ്വാസത്തിൽ ആഴപ്പെടാനുള്ള ഒരു കാര്യത്തിലും ഇനിയും കൂടുതൽ പേര് കടന്നു വന്നേ മതിയാവുള്ളൂ. ഇവിടെയുള്ളവർ അങ്ങേയറ്റം അവരുടെ കഴിവിൻ്റെ അങ്ങേയറ്റം അവർ പ്രവർത്തിക്കുന്നുണ്ട്. അവരൊത്തിരിയേറെ തീക്ഷ്ണമായിട്ട് ഓടുന്നുണ്ട്. അവർ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഈ ദൈവജനത്തിന് വേണ്ടി ജീവിക്കുന്നു. ഇനിയും കൂടുതൽ പേര് കടന്നു വന്ന് അവരെ സഹായിച്ചില്ലെങ്കിൽ അവർ നമ്മുടെ സഹോദരങ്ങളാണ്. അവർ തന്നെ കടന്ന് കഷ്ടപ്പെടുന്നതിന് ഒരു പരിധിയുണ്ട്. ഇവിടത്തെ പാവപ്പെട്ട മനുഷ്യരെയൊക്കെ ദൈവം നമുക്ക് തന്നവരാണ്. അവരുടെ ജീവിതത്തിൽ നിന്നാണ് നമ്മൾ ഒത്തിരി ദൈവാനുഭവങ്ങൾ, എനിക്ക് ഒത്തിരി ദൈവാനുഭവങ്ങൾ കിട്ടിയ ഒരു സമയങ്ങളായിരുന്നു ഇത് മുഴുവനും. 1 മാസം കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുത്തെ എക്സ്പീരിയൻസും കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ കോഴിക്കോട് പ്രോവിൻസിലേക്ക് ചെന്ന അധികാരികളോട് ഈ കാര്യങ്ങളൊക്കെ പറയും. അവരെപ്പോഴും വിളിച്ച് അന്വേഷിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ എങ്ങനെ പോകുന്നു, എങ്ങനെയുണ്ട് ആരോഗ്യം, എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ എന്ന്. ഞങ്ങളെല്ലാം വളരെ നന്നായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായ ദൈവാനുഭവങ്ങളെല്ലാം വളരെ നന്നായിട്ട് തന്നെ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഇനിയും ചെന്നിട്ട് കൂടുതൽ ആൾക്കാരെ ഇനിയും ഇതിലേക്ക് കൊണ്ടുവരാനും അതിന് അധികാരികൾ ഏതാണ്ട് സമ്മതിച്ചിട്ടുണ്ട്. അത് കൂടുതലായിട്ട് പറഞ്ഞ് ഫുൾ ടൈമർ ഷിപ്പിലൂടെയോ അല്ലെങ്കിൽ 1 മന്തോ 2 മന്തോ ഓരോരുത്തർക്കും സാധിക്കുന്ന പോലെ ഞങ്ങളുടെ അവിടുത്തെ ഉത്തരവാദിത്തങ്ങളുടെ ഇടയ്ക്കായതുകൊണ്ട് അതിനുള്ള ഒരു സൗകര്യവും കൂടെ അറേഞ്ച് ചെയ്ത് അധികാരികൾ തരുന്നതിനനുസരിച്ച് കൂടുതൽ ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ള വലിയൊരു ആഗ്രഹത്തിലാണ് ഞങ്ങളിപ്പോൾ 1 മാസവും കൂടെ കഴിഞ്ഞ് തിരിച്ചു പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ സന്യാസ സമൂഹത്തോട് മാത്രമല്ല, ഞങ്ങൾ ബന്ധപ്പെടുന്ന എല്ലാ മിഷണറിമാരോട്, പ്രേക്ഷിതരോട്, ഏതൊക്കെ വിധത്തിൽ ഈ ആത്മായ പ്രേക്ഷിതരോട് പോലും പറഞ്ഞ് അപ്പോൾ ആർക്കൊക്കെ ഇവിടെ വന്ന് സേവനം ചെയ്യാൻ സാധിക്കുമോ, എത്രമാത്രം ഈശോയെ കൊടുക്കാൻ, അറിവിൻ്റെ യേശുവിനെ കുറിച്ചുള്ള ബൈബിള് അതിന് കൂടുതൽ ആഴമായിട്ട് അവരെ പഠിപ്പിക്കാൻ, അവർക്ക് ശരിയായ വിധത്തിൽ ഈശോയെ അനുഭവിക്കുന്ന ഒരു നല്ലൊരു ആധ്യാത്മികതയിലേക്ക് വളർത്താൻ കഴിയുന്ന ഒരുപാട് പേരെ ഇങ്ങോട്ട് അയക്കാൻ ഞങ്ങളെ കഴിയുന്നത് പരിശ്രമിക്കും. ഞങ്ങൾക്കൊരു ജീവിതത്തിൽ ഞങ്ങൾക്കൊരു ചാൻസ് കിട്ടുന്നെങ്കിൽ 100% അത് സന്തോഷത്തോടെ ഞങ്ങളത് സ്വീകരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഒരു വലിയ ആഗ്രഹം ഞങ്ങൾക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ,
ഇനിയും കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് കടന്നു വരികയും ഇവിടെയുള്ളവർ എത്രമാത്രമാണ് കഷ്ടപ്പെടുന്നതെന്നുള്ളത് മനസ്സിലാക്കി സാധിക്കുന്നവരെല്ലാം കടന്നു വന്ന് ശുശ്രൂഷ ചെയ്യും. ഇനി അഥവാ അങ്ങനെ സാധിക്കാത്തവർ കുടുംബജീവിതക്കാരായിരിക്കാം, മറ്റ് ഏതെങ്കിലും വിധത്തിൽ മറ്റ് ഉത്തരവാദിത്തങ്ങളുള്ളവരായിരിക്കാം, എല്ലാവരും ഈ ഒരു മിഷന് വേണ്ടി, ഇത് ഒത്തിരിയേറെ റിസ്ക്കാണ്. എന്നാന്ന് ചോദിച്ചാൽ ലാൻഡ് സ്ലൈഡും അതുപോലെ മറ്റ് പ്രശ്നങ്ങളും റോഡും ഒക്കെയാണ് വളരെ അധികം യാത്രയ്ക്ക് വളരെ ദുഷ്കരം എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമാണ്. ഈ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരാൻ സാധിക്കാത്തവർ എന്നും ഈ മിഷന് വേണ്ടി, പ്രത്യേകിച്ച് അരുണാചൽ മിഷന് വേണ്ടി, പ്രത്യേകിച്ച് ചൈനയുടെ ഒരു ബോർഡർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഒത്തിരിയേറെ പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സ്ഥലമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ അരുണാചൽ മിഷന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം വിളിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ ആത്മാർത്ഥതയോടെ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നും പ്രാർത്ഥിക്കുമെന്നുള്ള ഒരു പ്രതിജ്ഞയോടെയാണ് ഞങ്ങൾ ഇവിടെ നിന്നും വിരമിക്കാനായിട്ട് ഒരുങ്ങുന്നത്. ദൈവത്തിന് നന്ദി പറയുന്നു. പിതാവേ, ഇതൊരു വളരെ ഏതാണ്ട് 12 വർഷം മാത്രം പ്രായമുള്ള ഒരു രൂപതയാണ്. എന്നിട്ടും എല്ലാ പരിമിതികളിലും നിന്നുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം, കുറഞ്ഞൊരു കോളേജ് എഡ്യൂക്കേഷന് സാധ്യമാകും വിധമുള്ള കോളേജുകൾ തന്നെ രൂപപ്പെടുത്താനായിട്ട് പിതാവിന് സാധിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ് അത് സാധിച്ചത്? ഇത് ഞാൻ എൻ്റെ ആയി കൊണ്ടൊന്നും ചെയ്തിട്ടുള്ളതല്ല. ഇത് പല കോൺഗ്രിഗേഷൻസും അച്ഛന്മാരും എല്ലാം വന്നു. അവരെല്ലാം സ്ഥലത്ത് പോയി ഇടവകൾ തുറന്നു, സ്കൂളുകൾ തുടങ്ങി, കോളേജ് തുടങ്ങി. അതെല്ലാം അവരവരുടെ അച്ഛന്മാരുടെ കഴിവ് കൊണ്ട് അവർ ചെയ്യുന്നതാണ്. അത് അവരെ സഹായിക്കാനായിട്ട് വിദേശത്ത് നിന്ന് കുറേ ഏജൻസികളെല്ലാം സഹായിച്ചു. പിന്നെ എല്ലാവരുടെയും ഇതുകൊണ്ടാണ് ഇത് ഉണ്ടായത്. ഒരു ബിഷപ്പ് എന്ന നിലയിൽ ഞാൻ കാണുന്നത്, ഞാൻ അവരെ ഒന്നും ബ്ലോക്ക് ചെയ്യരുത്. അവരെ ഗൈഡ് ചെയ്യണം, പറയണം, പെർമിഷൻ കൊടുക്കണം. പക്ഷേ അവരാരും ബ്ലോക്ക് ചെയ്യരുത്. ഞാൻ പലപ്പോഴും തമാശയായിട്ട് പറയും, നമ്മൾ ബിഷപ്പ്മാരും വികാരി അച്ഛന്മാരും പല പ്രാവശ്യവും ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസേഴ്സായി തീരും. കാരണം നമ്മൾ ബ്ലോക്ക് ഓൾ ഡെവലപ്മെൻറ്റ്. മറ്റുള്ളവർ നല്ല കാര്യം ചെയ്യാൻ വരുമ്പോൾ നമ്മൾ വേണ്ട ആ നിയമം ഈ നിയമം എന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസേഴ്സ് ആകാതെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സഹായിക്കുക, സഹകരിക്കുക, കാര്യങ്ങൾ മുമ്പോട്ട് പോകും. കോളേജുകളായിട്ട് നമുക്കിപ്പോൾ ഇറ്റാനഗർ രൂപതയിൽ തന്നെ 3 കോളേജുണ്ട്. കാത്തലിക് കോളേജ്, മിയാവ് രൂപതയിൽ ഒരു കാത്തലിക് കോളേജുണ്ട്. ഇറ്റാനഗർ സലേഷ്യൻ സഭ ഒരു ഡോൺ ബോസ്കോ കോളേജ് നടത്തുന്നുണ്ട്. ഇറ്റാനഗറിൽ ക്ലരീഷ്യൻ സഭക്കാർ സീറോയിൽ ഒരു ക്ലാരറ്റ് കോളേജ് നടത്തുന്നുണ്ട്. MSFS കോൺഗ്രിഗേഷനിൽ അച്ഛന്മാർ അലോങ് എന്ന സ്ഥലത്ത് ഒരു കോളേജ് നടത്തുന്നുണ്ട്. ബെത്തനി സിസ്റ്റേഴ്സ് മിയാവ് രൂപതയിൽ നംസായി എന്ന സ്ഥലത്ത് കോളേജ് നടത്തുന്നുണ്ട്. ഈ കോളേജുകളെല്ലാം എല്ലാ കൊല്ലവും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കുട്ടികൾ വന്ന് ചേരുന്നുണ്ട്. ഇത് എല്ലാവരും കണ്ടിട്ട് എല്ലാവരും പറയുന്നുണ്ട്, കത്തോലിക്ക സഭ എന്തോരം വിദ്യാഭ്യാസത്തിന് സഹകരിക്കുന്നുണ്ട്. എല്ലാ കൊല്ലവും 600-700 ഗ്രാജുവേറ്റ്സ് നമ്മുടെ കോളേജുകൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ്. ഇത്രയും ഗ്രാജുവേറ്റ്സ് എല്ലാ കൊല്ലവും നമ്മുടെ കോളേജിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ 20 കൊല്ലം കഴിയുമ്പോഴത്തേക്കും എന്തോരം ഗ്രാജുവേറ്റ്സാണ് നമ്മൾ പഠിപ്പിച്ചിറക്കി വിടുന്നത്. ഇവരെല്ലാം സമൂഹത്തിൽ ജോലി ചെയ്ത് നല്ല ജോലി ചെയ്യുന്നതാണ്. കാരണം നല്ല ട്രെയിനിങ് കിട്ടിയതുകൊണ്ട്. ഇതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഗുണം. ഈ കാലഘട്ടത്തിൽ പിതാവ് വളരെ നിഷ്കർഷിക്കുന്ന ഒരു കാര്യമാണ് മിഷണറിമാരുടെ യാത്രയെക്കുറിച്ച് ചില നിയന്ത്രണങ്ങളൊക്കെ പിതാവ് വരുത്തിയിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ച് രാത്രി നിങ്ങളൊരു യാത്ര പുറപ്പെടുവാണെങ്കിൽ രാത്രി യാത്ര ചെയ്യരുത്. രാത്രി 8 മണിക്ക് മുമ്പ് നിങ്ങളുടെ സ്വന്തം ഭവനത്തിൽ, സ്വന്തം ഇടങ്ങളിൽ എത്താൻ പറ്റിയില്ലെങ്കിൽ ബിഷപ്പ് ഹൗസിൽ കിടന്നോണം, ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. ഇതൊരു കാര്യമാണ്. കാരണം പല മിഷണറിമാരും വരുമ്പോൾ അവർക്ക് വലിയ തീക്ഷ്ണതയാണ്. അവർ രാത്രി പാരം ഇല്ലാണ്ട് ഓടി കിടക്കും. അവസാനം ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഒരു കാര്യമാണ്, ഈ രാത്രികളിൽ പോകുമ്പോൾ ചിലപ്പോൾ വഴിക്ക് കള്ളന്മാരും അയ്യോറൊക്കെ ഒരു ആക്രമിക്കാൻ സാധ്യതയുണ്ട് രാത്രി പാതിരായൊക്കെ കഴിഞ്ഞ്. പിന്നെ വേറൊരു കാര്യമാണ്, രാത്രി പോകുമ്പോൾ അപകട സാധ്യത. കാരണം നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ച് രാത്രി മുഴുവൻ നടന്നു കഴിയുമ്പോൾ വെളുക്കാറാകുമ്പോഴത്തേക്ക് നമുക്ക് ഉറക്കം വരും, എത്ര നല്ല ഡ്രൈവറായാലും. അന്നേരം നമുക്കത് ആക്സിഡൻ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പല പ്രാവശ്യവും പല ആക്സിഡൻറ്റ്സ് ഞാൻ നോക്കിയിട്ടുണ്ട്. നമ്മളെ അച്ഛന്മാർ ഇടപെട്ടതല്ലായാലും പുറത്തുനിന്നുള്ളവരുടെ ആണെങ്കിലും ഞാൻ എപ്പോഴും നോക്കും എപ്പോഴാണ് ആക്സിഡൻറ്റ് നടന്നത്. മിക്കപ്പോഴും ആക്സിഡൻറ്റ് ഉണ്ടായത് വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് 5 മണിക്കൊക്കെയാണ്. കാരണം അതിൻ്റെ അർത്ഥം അവർ രാത്രി മുഴുവൻ വണ്ടി ഓടിച്ചു, വെളുക്കാറായപ്പോഴത്തേക്കും ഡ്രൈവർ ഉറങ്ങിപ്പോയി. അങ്ങനെയാണ് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. നമുക്ക് ഇവിടെ രൂപതയിലും ഒരു വളരെ പയ്യൻ അച്ഛൻ, ചെറുപ്പക്കാരൻ അച്ഛൻ നമുക്ക് നഷ്ടപ്പെട്ടു. ഓർഡിനേഷൻ കഴിഞ്ഞ് 1 കൊല്ലം ആയുള്ളൂ. അവൻ വണ്ടി ആക്സിഡൻറ്റിൽ പെട്ട് മരിച്ചുപോയി. അത് വളരെ സങ്കടകരമായ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്,
ചെറുപ്പക്കാർ അച്ഛന്മാർ വന്നു കഴിയുമ്പോഴേ വണ്ടി എടുത്ത് ഓടിക്കാൻ നോക്കരുത്. നല്ല പരിചയം വേണം ഈ വനപ്രദേശത്തോടെ വണ്ടി ഓടിക്കണമെങ്കിൽ. രണ്ടാമത്തെ കാര്യം, രാത്രിയിൽ അധികം സഞ്ചരിക്കരുത്. സന്ധ്യ ആകുമ്പോഴത്തേക്കും, നേരം പോകുമ്പോഴത്തേക്കും എവിടെയെങ്കിലും, നമ്മളെല്ലാം പള്ളികളുണ്ട് എല്ലായിടത്തും, എവിടെയെങ്കിലും കയറി കിടക്കാം. ബിഷപ്പ് ഹൗസിലൊന്ന് കിടക്കാം, വേറെ ഇടവകളിലൊന്ന് കിടക്കാം, എവിടെയെങ്കിലും കിടക്കുക. രാത്രി 12 മണിക്കും 1 മണിക്കും വണ്ടി ഓടിച്ച് ചെന്ന് മറ്റുള്ളവരെയും ബുദ്ധിമുട്ടിക്കരുത്, നമ്മളും അങ്ങനെ ബുദ്ധിമുട്ട് ഏറ്റെടുക്കരുത്. നമ്മളുടെ യാത്രാ രീതിയിൽ അങ്ങനെ ക്രമീകരിക്കപ്പെടണം, എന്നാലുള്ളി നമുക്ക് നല്ല ഇഫക്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഈ ഒരു ശാലോം ടീം ഞങ്ങൾ ഒന്നിച്ചുള്ള യാത്രകളിൽ അവർ പ്രത്യേകം പറഞ്ഞ ഒരു കാര്യം ഇതാണ്: ഏത് ഇടവകയിൽ കയറി ചെന്നാലും വളരെ കാര്യമായിട്ട് സ്വീകരിക്കുന്നു. ഏത് സമയത്തും, പലപ്പോഴും ഞങ്ങൾ രാത്രി 10 മണിക്കും 11 മണിക്കൊക്കെ ഓരോ സ്ഥലങ്ങളിൽ കയറി ചെന്നു. അന്നേരത്തേക്ക് അച്ഛന്മാർ ഇങ്ങനെ കാത്തിരിക്കുന്നു, ഭക്ഷണം റെഡിയാക്കി കാത്തിരിക്കുന്ന ഈ ഒരു ആതിഥ്യം മര്യാദ നമ്മളെ ഈ ഒരു അരുണാചൽ മിഷനെ, നോർത്ത് ഈസ്റ്റ് മിഷനെ സംബന്ധിച്ചൊരു പ്രത്യേകതയായിട്ടാണ് അവർ കാണുന്നത്. ഇതൊരു പ്രത്യേകതയാണെന്ന് പറയാൻ സാധിക്കും. കാരണം അല്ലാതെ വേറൊരു വഴിയില്ല എന്ന് പറയാൻ സാധിക്കും. കാരണം എല്ലാ അച്ഛന്മാരും ഇങ്ങനെ അവിടെ എവിടെയും പോകണം, സഞ്ചരിക്കുമ്പോൾ എവിടെയെങ്കിലും പള്ളിയിൽ കയറേണ്ട വരും. അന്നേരം എല്ലാ സിസ്റ്റേഴ്സായാലും അച്ഛന്മാരായാലും നമ്മളെ സ്വീകരിക്കും, നമുക്കവിടെ താമസിക്കാനുള്ള സൗകര്യം ചെയ്തു തരും, മുമ്പോട്ട് പോകും. ഇന്ന് എനിക്ക് ഒരു സ്ഥലത്ത് എന്നെ സ്വീകരിച്ചു, നാളെ ഞാൻ പോകുമ്പോൾ എന്നെ അവർ സ്വീകരിക്കണം, എനിക്കും പോകേണ്ട വരും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു സഹായമാണ്. അല്ലാതെ വേറെ സൗകര്യങ്ങളൊന്നുമില്ല. ഹോട്ടലുകളോ വേറെ താമസിക്കാൻ വീടുകളോ ഒന്നുമില്ല. താമസിക്കാനുള്ള വീടുകൾ നമ്മളുടെ പള്ളികൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, വേറെ എങ്ങും കിടക്കണ്ട, ഇങ്ങനെ നമ്മുടെ പള്ളികളിൽ പോയി കിടക്കുക, അതാണ് നമുക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം. പിതാവ്, ഇത്രയും വർഷത്തെ പിതാവിൻ്റെ ജീവിതത്തിനിടയിൽ ഇതിലേക്കൂടെ യാത്ര ചെയ്തു. കഴിഞ്ഞ 12 വർഷമായിട്ട് പിതാവ് സ്ഥിരം യാത്രക്കാരനാണ്. ആയിരക്കണക്കിന് കിലോമീറ്റർ പിതാവ് യാത്ര ചെയ്തിട്ടുണ്ട്. ഈ യാത്രയ്ക്കിടയിൽ എവിടെയെങ്കിലും പിതാവിന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? അത് ദൈവപരിപാലന എന്തുമാത്രം പിതാവിനെ നയിച്ചിട്ടുണ്ട്? പ്രത്യേകമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ചിലപ്പോഴൊക്കെ വണ്ടിക്ക് അല്പം ബ്രേക്ക് ഡൗൺ ഉണ്ടാവും, അത് സാധാരണ ഉണ്ടാകുന്നതാണ് ഈ റോഡിൽ. അത് വലിയ കാര്യമായിട്ട് നടന്നിട്ടില്ല. അത് എപ്പോഴും എങ്ങനെയെങ്കിലും സോൾവ് ചെയ്ത് മുമ്പോട്ട് പോകുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പിന്നെ കാരണം ഞങ്ങളുടെ പള്ളികളും ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ ഒരു പള്ളിയുണ്ട്, 3-4 മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത പള്ളിയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നമുക്ക് ആ പള്ളിയെ ആശ്രയിച്ച് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റും, അവിടെ താമസിക്കാൻ പറ്റും. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെയായിട്ടും. പിതാവ്, ഈ ഒരു അരുണാചൽ മിഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പുറത്തുനിന്നുള്ളവർ കാണുന്നത്, പുറത്തുനിന്ന് വരുന്നവർ കാണുന്നത് ഇവിടെ യാത്രയും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ്റെ ബുദ്ധിമുട്ടുമാണ്. പല ഇടവകകൾക്കും ഫോൺ എത്തുന്നില്ല. അപ്പം അങ്ങനെയുള്ളൊരു പ്രത്യേക സാഹചര്യത്തിൽ ഇത് എന്തുമാത്രം മിഷൻ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട്? അതിങ്ങനെ ഞാൻ 2006 ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരു ഇടവകയിലേക്കും ഫോൺ വിളിക്കാനുള്ള സാധ്യതയില്ലായിരുന്നു. ഈ ടൗണിൽ മാത്രമേ ഫോൺ വിളി നടക്കുമായിരുന്നുള്ളൂ, പുറത്തേക്കില്ലായിരുന്നു. പക്ഷേ അതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് കണക്കാക്കിയില്ല. കാരണം അത് ഫോണില്ല, അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അത് പിന്നെ ഓരോരുത്തർ ഫോൺ കിട്ടുമ്പോൾ അവിടെ ഫോൺ കിട്ടി, ഇവിടെ ഫോൺ കിട്ടി, നല്ല കാര്യം. ഇപ്പോൾ ഏകദേശം എല്ലാ സ്ഥലത്തും മൊബൈൽ ഫോൺ എത്തുന്നതുകൊണ്ട് നല്ല കാര്യമുണ്ട്. ചില ഇടവകൾ ഇപ്പോഴും ഉണ്ട്, ഫോൺ വിളിക്കണമെങ്കിൽ 5-8 മണിക്കൂർ അവർ വണ്ടിയെടുത്ത് വേറെ സ്ഥലത്ത് പോകണം. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് ഒരു സ്കൂളൊക്കെ നടത്തണമെങ്കിൽ വലിയ വിഷമാണ്. കാരണം ടീച്ചേഴ്സിനെ കിട്ടാൻ വിഷമാണ്. ടീച്ചേഴ്സ് അത്രയും അകലെയുള്ള സ്ഥലത്ത് വന്ന് ഫോണില്ലാത്തടത്തൊന്നും താമസിക്കുകയില്ല. അതൊരു പ്രശ്നമുള്ള കാര്യമാണ്. പക്ഷെ അതൊരു വലിയ പ്രശ്നമായിട്ട് നമ്മുടെ സഭയുടെ ജോലിയെ ഒരിക്കലും തടസ്സപ്പെടുത്തിയിട്ടുള്ള കാര്യമല്ല. ദൈവപരിപാലനം എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ സംഭവിക്കുന്നു കരുതാം. പിതാവിൻ്റെ മെത്രാഭിഷേകത്തിൻ്റെ 25-ാം വർഷമാണ് പിതാവിനെ സംബന്ധിച്ച് പ്രത്യേക ഒരു കാലഘട്ടം. ഈ ഒരു 25 വർഷത്തിൽ കുറിച്ച് പിതാവ് ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ട് പിതാവിന് തോന്നുന്നത് എന്താണ്? 25 കൊല്ലവും വേറെ ഒരു കൊല്ലം പോലെ വന്നു പോകും എന്നുള്ളതല്ലാണ്ട് അതിൽ കൂടുതലൊന്നുമില്ല. പക്ഷെ നമ്മളിങ്ങനെ ഒരു കാലം നോക്കുകയാണ്. 25 കൊല്ലം എന്താണ് നമ്മൾ ചെയ്തത്, എന്താണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ചിന്തയാണ് ഇത്ര പെട്ടെന്ന് 25 കൊല്ലം കടന്നു പോയല്ലോ എന്നുള്ളതാണ് ആദ്യത്തെ ചിന്ത. പിന്നെ നമ്മൾ എന്തെല്ലാം ചെയ്യാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എല്ലാം ദൈവം ചെയ്തിട്ടുണ്ട്, മറ്റുള്ളവരെ മുഖേന ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് അങ്ങനെ നിന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബ്ലോക്ക് ചെയ്യാതെ കഴിവതും സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് മറ്റുള്ളവർ ചെയ്തു.
അങ്ങനെയുള്ളൊരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. അത് കഴിയുന്നത് മറ്റുള്ളവരുടെ ഇനിഷ്യേറ്റീവിനെ ബ്ലോക്ക് ചെയ്യാതെ കൊണ്ട് നമ്മൾ എന്താ സഹായം ചെയ്യാൻ പറ്റി അതാണ്. അപ്പോൾ നമ്മൾ ഇടവകൾ തുടങ്ങാനാണെങ്കിലും സ്ഥാപനങ്ങൾ തുടങ്ങാനാണെങ്കിലും ഞാൻ തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും തുടങ്ങാൻ പറ്റുകയില്ല. മറ്റുള്ളവർ സന്നദ്ധത പ്രകടിപ്പിച്ച് മുമ്പോട്ട് വന്നു, അവരെ സഹായിച്ചു, അവർക്ക് എൻകറേജ്മെൻറ്റ് കൊടുത്തു, അവർ ചെയ്തു. നന്മ നടക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയും, ആരാ ചെയ്യണമെന്നുള്ള വലിയ കാര്യമൊന്നുമില്ല. കത്തോലിക്ക സഭയിൽ ആരെങ്കിലും വന്ന ഈ കോൺഗ്രിഗേഷനോ ആ കോൺഗ്രിഗേഷനോ ഈ അച്ഛനോ സിസ്റ്റേഴ്സോ ആരായാലും മനുഷ്യർക്ക് വേണ്ടി നന്മ ചെയ്യുക, ദൈവത്തിൻ്റെ ജോലി ചെയ്യുക. അത് ഞാൻ ചെയ്തോ അവർ ചെയ്തോ എന്നുള്ള കാര്യമല്ല പ്രസക്തി. ദൈവത്തിൻ്റെ ജോലി മുമ്പോട്ട് പോകണം. അങ്ങനെ ഒരു മനോഭാവത്തോടു കൂടിയാണ് ഞാൻ കഴിഞ്ഞ 25 കൊല്ലം ജോലി ചെയ്തത്. അതുപോലെ തന്നെ മുമ്പോട്ട് ചെയ്യാനാണ് എൻ്റെ പ്രഭാവം. പിതാവ് ഇപ്പോഴും പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇറ്റാനഗർ രൂപതയെ സംബന്ധിച്ച് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് പിതാവ് പറഞ്ഞത്. ഇത്രയധികം റിലീജിയസ് കോൺഗ്രിഗേഷൻസ് വർക്ക് ചെയ്യുന്ന വേറൊരു രൂപത ഇവിടെ ഇല്ലെന്ന് തന്നെ പറയാം. സിസ്റ്റേഴ്സിൻ്റെയും ബ്രദേഴ്സിൻ്റെയും അച്ഛന്മാരുടെയും ഒത്തിരി സഭാ സമൂഹങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. മലമുകളിൽ സുവിശേഷം പ്രസംഗിക്കുന്നവൻ്റെ പാദങ്ങൾ എത്ര മനോഹരമെന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഈ പിതാവിനോടൊപ്പമുള്ള യാത്രയും ഈ പിതാവിനോടൊപ്പമുള്ള ജീവിതവും അല്ലെങ്കിൽ പിതാവിനെ കേൾക്കുന്നതും എപ്പോഴും നമുക്ക് പ്രചോദനകരമാണ്. ഇനിയും ഒത്തിരി ദൂരം പിതാവിനെ താണ്ടാനുണ്ട്. ഈ രൂപതയ്ക്ക് പിതാവിനെ കൊണ്ട് ഇനിയും ഒത്തിരി ആവശ്യമുണ്ട്. കർത്താവിൻ്റെ സഭയ്ക്ക് പിതാവിനെ കൊണ്ട് ഒത്തിരി ആവശ്യമുണ്ട്. ഈ ആവശ്യങ്ങളിലേക്ക് ഇനിയും നടന്നു പോകുവാനായിട്ട് ഈ ഒരു ഇടയൻ്റെ മനസ്സോടുകൂടി, ആടുകളെക്കുറിച്ചുള്ള വേദനയോടുകൂടി, ആടുകളെക്കുറിച്ചുള്ള തീഷ്ണതയോടുകൂടി ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനായിട്ട് പിതാവിന് ദൈവം ശക്തി നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന് ശാലോം പ്രേക്ഷകരോട്, പ്രത്യേകിച്ച് മലയാളികളാണല്ലോ, ഈ ഒരു അവസരത്തിൽ എന്താണ് പിതാവിന് പറയാനുള്ളത്? എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ള ഒരു കാര്യമാണ്, നമ്മൾ കേരളത്തിലുള്ളവർ നമ്മുടെ സഭയെ സ്നേഹിക്കണം. നമ്മുടെ സഭയെ ഒരിക്കലും മറക്കരുത്. ഞാൻ വല്ലപ്പോഴും ഒക്കെ നാട്ടിൽ വരുമ്പോൾ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ പലപ്പോഴും പല വിമർശനങ്ങളെല്ലാം കേൾക്കാറുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞു, ഈ വിമർശിക്കുന്നവരെല്ലാം സഭ നമുക്ക് വേണ്ടി എന്താ ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ചിലപ്പോൾ ഞാൻ ഓർത്തു പോകും, കത്തോലിക്ക സഭ പലർക്കും വളരെ പ്രായം ചെന്ന മുത്തശ്ശിയായ അമ്മയെ പോലെ ആയിപ്പോയി, ഇനി ഒരു ഉപയോഗമൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷേ ആ അമ്മയുടെ ചെറുപ്പകാലത്ത് നമുക്ക് വേണ്ടി എന്തെല്ലാമാണ് ചെയ്തു തന്നിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും നമുക്ക് ആരാ തന്നത്? നമ്മുടെ സഭയല്ലേ. നമ്മുടെ സഭയില്ലായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലെ ആൾക്കാരെല്ലാം ഇപ്പോൾ യുപിയിലോ ബീഹാറിലോ നടക്കുന്ന അതുപോലെ തന്നെ നമ്മൾ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാണ്ട് സംസ്കാരം നടന്നുകൊണ്ട് തന്നെ നമ്മളെ ആളാക്കിയെടുത്തത് നമ്മുടെ സഭയുടെ ശ്രമം കൊണ്ടാണ്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. അങ്ങനെ നമുക്ക് ചെയ്ത ആ സഭ സേവനം ചെയ്ത ആ സഭയുടെ സേവനം നമുക്കിനി മറ്റുള്ള സ്ഥലത്തും കൊടുക്കാം. ഇപ്പോൾ അരുണാചൽ പ്രദേശിലാണെങ്കിലും ആസാമിലാണെങ്കിലും മേഘാലയത്തിലാണെങ്കിലും അവിടെയുള്ള ആൾക്കാരും അങ്ങനെ ഒരു സഹായം പ്രതീക്ഷിക്കുകയാണ് സഭയിൽ നിന്ന്. അതുകൊണ്ട് കേരളത്തിലെ സഭയ്ക്ക് അങ്ങനെ ഒരു സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമോ? ചെയ്തു കൊടുക്കുക. എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? അവിടെ നിന്നും സന്നദ്ധരായ യുവാക്കളും യുവതികളും ജോലി മിഷണറിമാരായിട്ട് വരിക, അല്ലെങ്കിൽ അവരുടെയുള്ള മിഷണറി സംരംഭങ്ങളെ സഹായിക്കുക. അവരുടെ സെമിനാരി നടത്താനോ അവരുടെ പള്ളികൾ പണിയാനോ ഒക്കെ നമുക്ക് പറ്റുന്നതുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുക. അങ്ങനെയാണ് നമ്മുടെ സഭ നമുക്ക് കിട്ടിയ ദാനങ്ങൾക്ക് പ്രതിഫലമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരേ കാര്യം അതാണ്, മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ്. അതോടുകൂടി നമ്മളാക്കി തന്ന ആ അമ്മയെ നമ്മൾ മറക്കാതിരിക്കുക. അവിടെ ഇവിടെ ഒരു കുറ്റം കണ്ടു കഴിയുമ്പോഴത്തേക്കും അത് ഊതി വീർപ്പിച്ച് എല്ലാവർക്കും എതിരായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രവണത നമ്മൾ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കണം. അതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും ഇവിടെയാണ്, നോർത്ത് ഈസ്റ്റിലാണ് താമസിക്കുന്നത്. എങ്കിലും വല്ലപ്പോഴും ഒക്കെ നാട്ടിൽ വരുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിയ ഒരു കാര്യമാണത്. അത് കാരണം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളതാണ് ഈ ഒരു കമ്പാരിസൺ. സഭയില്ലാത്ത ഒരു ദേശത്ത് ആൾക്കാരെങ്ങനെ ജീവിക്കുന്നു, സഭ നല്ല സ്ട്രോങ് ആയുള്ള ദേശത്ത് ആൾക്കാരെങ്ങനെ ജീവിക്കുന്നു, എന്തൊരു വ്യത്യാസമുണ്ട്. അതിൻ്റെ നല്ല ഗുണം അനുഭവപ്പെട്ട ഒരാളായതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഈ ഒരു സംഭാഷണം തുടങ്ങുന്ന അവസരത്തിൽ പിതാവ് ഒരു എക്സ്ക്യൂസ് പറഞ്ഞത് മലയാളത്തിലായതുകൊണ്ട് എനിക്ക് എന്തുമാത്രം പറയാൻ സാധിക്കുമെന്ന് അറിയത്തില്ല എന്നൊക്കെ പിതാവ് പറഞ്ഞു. എങ്കിലും വളരെ മനോഹരമായിട്ട് പിതാവ് നമ്മളോട് സംസാരിച്ചു. ഒരുപക്ഷെ ഉള്ളിലുള്ള തീഷ്ണത കൊണ്ടായിരിക്കാം, ആത്മാവിൻ്റെ ആ ഒരു പ്രവർത്തനമായിരിക്കാം പിതാവിനെ കൊണ്ട് ഇത്രയധികം സംസാരിക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. എങ്കിലും ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്, ഈ ഒരു ഗ്രാമത്തിൽ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ
കൊതുക് കടിക്കുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ എന്താ മിന്തു പോലുള്ളൊരു സാധനമുണ്ട്, അതെല്ലാം കാലിലൊക്കെ കടിക്കുന്നുണ്ട്. പിതാവ് ഇതൊന്നും കണക്കാക്കാതെ, ആ ഒരു തണുപ്പും കാലാവസ്ഥയും ഒന്നും കണക്കാക്കാതെ പിതാവ് നമ്മളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചു. ഇതുപോലെ ഇനിയും അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന വലിയ ഒരു ഇടയൻ നമ്മളോടൊപ്പം ആയിരിക്കും. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഒപ്പം തന്നെ പിതാവിന് നമ്മൾ നന്ദി പറയുന്നു. എല്ലാ ആശംസകളും നേരുന്നു. ദൈവം പിതാവെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെയും കൂടെ ആശീർവദിക്കുക. Thank you very much.